അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്ത് എന്നതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ പച്ചമഞ്ഞൾ വേണം. നല്ല ഇത് എനിക്കിവിടെ നട്ട പച്ചമഞ്ഞളാണ്. നല്ല പച്ചമഞ്ഞൾ വേണം. പിന്നെ ഉണങ്ങിയ മഞ്ഞൾ കൊള്ളത്തില്ല കേട്ടോ, പച്ചമഞ്ഞൾ തന്നെ എടുക്കണം. ഇത് കണ്ടോ, പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ എടുക്കണം. പിന്നെ ഒരു 3 2 ക്യാരറ്റ് ആണെങ്കിലും മതി കേട്ടോ. വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം മതി. ഇത് തീരെ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു 3 എടുത്തേക്കുന്നത്. ചിലപ്പോൾ 2 എടുക്കത്തുള്ളൂ കേട്ടോ. ഈ ഒരെണ്ണം ഒഴിവാക്കും. നമുക്ക് കുറച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ കറ്റാർ വാഴ ജെല്ലാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടേ, ഇതാണ് മഞ്ചിഷ്ട എന്ന് പറയും. ഇത് കണ്ടോ, ഇതിൻ്റെ അകം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കട ഈ കളറാണ്. ഇത് ഓൺലൈൻ വഴി മേടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്തെ കരിന്തൊലി കാണത്തില്ല. ഈ ഒരു കളറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതിനകത്തെ കളർ ഉണ്ടോ, ആ കളറിലായിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാണ്. ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അങ്ങാടിക്കടയിൽ. ഇതിൻ്റെ ശരിക്കുള്ള വില എന്നാന്ന് ചോദിച്ചാൽ 100 ഗ്രാമിന് 60 രൂപയേ ഉള്ളൂ. ഞാനിത് 25 ഗ്രാമാണ് മേടിച്ചത്. കാര്യം 50 ഗ്രാം മേടിക്കാമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും വേണ്ട, കുറച്ച് മതി. നമ്മൾക്ക് വേണ്ട ഇത് കണ്ടോ, 25 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട്. കാര്യം ഇത് ഒരു വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. അപ്പം ഇങ്ങനെ ഒടിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ കളർ കണ്ടോ, ഈ ഒരു കളറാണ് വരുന്നത്. ഈ കളറാണ് ഇതിന് കിട്ടുന്നത്. ഇതാണ് മഞ്ചിഷ്ടം. അതിനകത്ത് ചെറിയൊരു ഹോളും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഓയിലും ഒക്കെ മേടിക്കാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊടി കിട്ടും. ഞാൻ പക്ഷേ ഇതിൻ്റെ തണ്ടാണ് വാങ്ങിച്ചത്, പൊടിയല്ല വാങ്ങിച്ചത്, തണ്ട് തന്നെ. നമുക്ക് ഒറിജിനൽ എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവുമല്ലോ. അല്ലാതെ നമ്മൾ പൊടി മേടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് നമുക്ക് ഒറിജിനൽ ആണോ ഇല്ലെന്നുള്ള ഓരോ തണ്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് കറക്റ്റ് സാധനമാണോ ഇല്ലെന്നുള്ള അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ചത്. അപ്പോൾ എനിക്കിത് 25 ഗ്രാം മേടിച്ചപ്പോൾ 15 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ പറയാതിരിക്കും ഞങ്ങൾക്ക് കണക്കൊക്കെ അറിയാം കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം 15 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഒരു ശകലം മതി. ഇതിൽ നിന്ന് ഒരു കുറച്ച് കമ്മി ഞാൻ എന്തെങ്കിലും എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇത് നമ്മുടെ മുഖത്ത് പുരട്ടാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുഖത്തെ ഹെയർ ഒക്കെ പോകാൻ നല്ലതാണ്. കാര്യം മഞ്ഞളൊക്കെ ഇതിനകത്ത് ഒരുപാട് ചേരുന്നുണ്ട്. അപ്പം ആണുങ്ങൾക്ക് ഇപ്പോൾ തേക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആദ്യമേ തന്നെ ചോദ്യം വരുമായിരിക്കും. ആണുങ്ങൾക്ക് തേക്കാൻ പറ്റും, പക്ഷെങ്കിൽ മീശയിലും താടിയിലും പുരട്ടാതിരിക്കുക. നമ്മൾ പുരട്ടുമ്പോഴും പൊരിയത്തിലൊന്നും പുരട്ടരുത്. നമ്മുടെ മുഖത്ത് ഇപ്പം എനിക്കൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്. അതൊക്കെ കുറേയൊക്കെ ഞാൻ മഞ്ഞൾ തേച്ചൊക്കെ പോയതാണ്. ഞാൻ ഇന്നാൾ കാണിച്ചായിരുന്നില്ല, പഞ്ചസാര കൊണ്ടുള്ള ആ ഒരു സിറപ്പ് ഉണ്ടാക്കി വെച്ച് അതും കൊണ്ട് ഞാൻ ഒട്ടിച്ച് നാരങ്ങയും കൂടി ചേർത്ത് ചെയ്താണ് എൻ്റെ മുഖത്ത്. പിന്നെ കിളുത്ത് വന്നു, ഇല്ലെന്നല്ല, ചെറിയ പൊടി പൊടിയായിട്ടാണ് വന്നത്. പക്ഷെ അത് വീണ്ടും ഞാനത് അതുപോലെ തന്നെ ചെയ്ത് എനിക്ക് 1 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അത് പോയി കഴിയുമ്പോൾ. അപ്പം മഞ്ഞളും കൂടെ തേക്കുന്നുണ്ടായിരിക്കും വലിയ ശക്തി കിളുത്ത് വരുന്നില്ല, കട്ടി കുറവാണ് കിളുത്ത് വരുന്നതിന്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇത് കാലക്രമേണ എനിക്കിത് പൂർണ്ണമായിട്ട് മാറും തോന്നുന്നു കേട്ടോ. ആദ്യത്തേലുള്ള ആ ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾ നല്ല ഇതാണ്. അപ്പം മഞ്ഞൾ നമ്മൾ ഇതിനകത്ത് നല്ലപോലെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ചേർക്കാം. പിന്നെ മുഖക്കുരു വന്നതിൻ്റെ പാട് പോകാൻ ഏറ്റവും നല്ലതാണ് ഈ എണ്ണ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറും. പിന്നെ ചിക്കൻ ബോക്സ് വന്ന പാട് പോകാനും നല്ലതാണ്. അതിനൊക്കെ ഈ മഞ്ചിഷ്ടം എന്ന് പറയുന്ന സംഭവം ഏറ്റവും നല്ലതാണ് മുഖത്തെ ഇത് ചിക്കൻ ബോക്സ് വന്ന പാടൊക്കെ പോകാനായിട്ട്. പിന്നെ നമ്മുടെ മുഖത്ത് കരിമംഗല്യം വന്നവർക്കൊക്കെ ഈ ഒരു എണ്ണ ദിവസം നിങ്ങൾ തേക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്തെ പൂർണ്ണമായിട്ടും കരിമംഗല്യമൊക്കെ മാറിപ്പോകും. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ. പിന്നെ ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും വെളിച്ചെണ്ണ തയ്യാറാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ എണ്ണ ചെയ്യുമ്പോഴും എല്ലാവരും പല എണ്ണയുടെ പേര് ചോദിക്കും. പക്ഷെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മൾ തല തേക്കാനാണെങ്കിലും ഒക്കെ ഞാൻ അതാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് വേണ്ടതല്ല. ആദ്യം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം. ചിരണ്ടി എടുത്തതിന് ശേഷം പിന്നെ ഈ മഞ്ഞൾ, പിന്നെ മഞ്ചിഷ്ട, അതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതെല്ലാം ഒന്ന് ചതച്ചെടുത്തേച്ച് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതെല്ലാം എടുക്കുന്നതൊക്കെ കാണിച്ചു തരാവേ. അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാമേ. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ചരണ്ടി എടുക്കണേ. എന്നാലും നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് വെള്ളം ചേർക്കാതല്ലേ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ ഇതുപോലെ ഇത് മുഴുവനും ഒന്ന്
മുഴുവൻ വെച്ചാൽ ഈ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതും എടുക്കുന്നുള്ളൂ. ഈ രണ്ടെണ്ണം ഞാനൊന്ന് ഉരച്ചെടുക്കട്ടെ. ക്യാരറ്റിൻ്റെ എല്ലാം ഞാൻ നല്ലപോലെ ഒന്ന് ചിരണ്ടി എടുത്തേ. ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതൊക്കെ പൊടിച്ചെടുക്കാവേ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേ ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് വലിയ കഷ്ണമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പാടല്ലേ. അപ്പോൾ ഒന്ന് ചതച്ചേച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇതിപ്പോൾ ആദ്യം ഞാൻ ഇങ്ങി പൊടിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞേച്ച് വേണം മഞ്ഞൾ എടുക്കാനായിട്ട്. ഇതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. വലിയ ഇതൊന്നുമില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചാൽ മതി. ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം ചേർക്കാമല്ലേ നമ്മൾ അരച്ചെടുക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ചതച്ച് എടുത്ത് മാറ്റി കഴിഞ്ഞ് നോക്കണം കേട്ടോ, ചതയാതെ കിടപ്പുണ്ടോ നോക്കണം. ചിലത് ചതയാതെ കിടക്കും. അതൊന്നും കൂടി ഇതിനകത്തിട്ട് ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതുണ്ട്, ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അത് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ മഞ്ഞളാണേ, പച്ചമഞ്ഞൾ ഞാൻ ഇച്ചിരി ഇതായിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞൾ പിന്നെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. നമുക്ക് അതിനകത്തിട്ട് അരച്ചെടുക്കാം. ഇത്രയും മതി. ഇപ്പം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഇത് ഞാൻ മുഴുവനും എല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുത്തേ. എല്ലാം അരച്ചെടുത്ത് ഇനി നമുക്കിത് എണ്ണ കാച്ചാം. അപ്പം ഇത് ഞാൻ ചീനിച്ചട്ടിയിലോട്ട് വെച്ച് അടുപ്പിലോട്ട് വെച്ചേ. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണേ. വെളിച്ചെണ്ണ നമുക്കിതൊന്ന് നികന്ന് കിടക്കാനുള്ള വെളിച്ചെണ്ണ മതി കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട. ഈ എണ്ണയിലിത് നല്ലപോലെ ഇത് നല്ലപോലെ മൊരിച്ചിങ്ങെടുക്കണം. ഇതിനകത്ത് കിടക്കുന്ന ഈ ക്യാരറ്റും ഇതെല്ലാം അതിൻ്റെ സത്തെല്ലാം അതിനകത്തിട്ട് ഇറങ്ങാനായിട്ട്. അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടതേ. അപ്പം ഇത് ഇനി അടുപ്പിരുന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് ഒന്ന് സെറ്റായിട്ട് ഞാൻ അടുപ്പല്ല വെച്ചേക്കുന്നത്. അപ്പം തീ നല്ലപോലെ കത്തിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഞാനത് തവിക്കണ വെച്ചാട്ട് ഇളക്കുന്നതായിട്ട്. അല്ലെങ്കിൽ സ്പൂണിട്ട് ഇളക്കുമ്പോൾ കടകടാന്നുള്ള സൗണ്ട് കേൾക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ തവിക്കണയിട്ടാണ് ഇളക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തവിയിട്ട് ഇളക്കാം കേട്ടോ. ഇത് എല്ലാം നല്ലപോലെ എണ്ണയിലേക്ക് തേക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കക്കൻ ഇങ്ങനെ അടിയിലായിട്ട് ഇങ്ങനെ വരും. അന്നേരം വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. ഇത് എന്നിട്ട് ഒരു സ്റ്റീലരിപ്പ് വെച്ച് ഇതിങ്ങനെ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി കേട്ടോ. നമ്മളിത് ഒത്തിരി നേരം വെച്ച് കരിഞ്ഞു പോകല്, കരിയാതെ വേണം എടുക്കാനായിട്ട്. അതിൻ്റെ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് എണ്ണ മുഴുവനും ആ ചൂട് കൊണ്ട് അതിലേക്ക് അങ്ങ് വീണോളൂ. ഒത്തിരി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു മൊരുമൊരുപ്പായി കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണേ. പിന്നെ ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാര്യം മഞ്ഞളൊക്കെ പച്ചമഞ്ഞളല്ലേ നമ്മൾ ചേർക്കുന്നത്. അപ്പം അതൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കുവേ. ഇത് അരിപ്പ ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനകത്ത് നിറഞ്ഞിരിക്കും. നല്ല ഉണ്ടല്ലോ. വലിയ അരിപ്പ് ആയിരുന്നു. നമുക്കൊന്ന് തരി അതിനകത്ത് വീണിട്ടുണ്ട്. നമുക്കതൊന്നും കൂടെ അരിച്ചെടുക്കാം. ഇതുണ്ട്, ഈ ഒരു കളറേ ആവുള്ളൂ. കറുത്ത് പോകരുത്. ഇതിപ്പോൾ ഇത്രയും കളറില്ല കേട്ടോ. നമ്മൾ നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും കളറില്ല. ഒത്തിരി അങ്ങോട്ട് കരിച്ചെടുക്കരുത്. അല്ലാതെ വേണം എണ്ണ എടുക്കാൻ. അപ്പോൾ എണ്ണ അതിനകത്തുനിന്ന് ഇട്ടിട്ടെല്ലാം ഒന്ന് വീട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാവേ. അപ്പം ഞാൻ നമ്മുടെ എണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കാണാൻ പറ്റുന്നില്ല, ഇപ്പോൾ കാണിക്കാവേ. വേണ്ടേ, ഇത്രയേ ഉള്ളൂ എണ്ണ നമ്മുടേത്.
അപ്പം ഇനിയിപ്പോൾ ആ അരിപ്പയ്ക്കകത്ത് കുറച്ച് അതിൻ്റെ ആ ഒരു മട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വേറെ പാത്രത്തിലോട്ട് ആക്കി വെച്ചേക്കുവാണ്. അതിനകത്തുനിന്ന് അത് ബാക്കി എണ്ണയും കൂടെ അതിലേക്ക് വീഴാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചുണ്ടാക്കി നമ്മളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതിപ്പോൾ ഏത് ഇതാണേലും ഉണ്ടല്ലോ, കുറേശ്ശെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരിച്ചിരി ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ ഉണ്ടാക്കി ഉപയോഗിക്കുക കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ദേഹത്ത് എണ്ണ തേച്ച് കുളിപ്പിക്കത്തില്ലേ, അതിന് പരമായിട്ട് ഇത് തേച്ച് കുളിപ്പിക്കാം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇച്ചിരി അടി കട്ടിയുള്ള പാത്രത്തിൽ വേണേൽ, ചുവട് ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം, നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലെ. ഞാൻ ഇപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുത്തത്. കാര്യം അടി കട്ടിയുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് അടിക്കൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടും ഇരിക്കണം കേട്ടോ. അപ്പം അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒന്നത്. രണ്ടാമത്, ഇത് ഒരുപാട് തീയിട്ട്, ഇപ്പം ഞാൻ അടുപ്പയിലാണ് വെച്ചാൽ, അടുപ്പയിൽ എന്ന് പറയുമ്പോൾ തീ കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് നമുക്ക് അടുപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. ഗ്യാസിലാകുമ്പോഴത്തേക്ക് നമ്മൾ തീ കൂട്ടിയിട്ടാൽ ഇടയ്ക്ക് തീ കുറച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ വേണം ചെയ്യട്ടെ. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് വിട്ട് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കരിഞ്ഞു പോകും. ഇതൊരു 30 മിനിറ്റോളം എടുക്കും കേട്ടോ നമ്മളിതൊന്നും സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പതിയെ തീയിൽ ഇതാക്കി എടുക്കണം. തീ ഒത്തിരി കൂട്ടിയിട്ട് എണ്ണ കരിച്ച് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും മുഖത്ത് വെക്കാൻ നല്ലതാണ്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, മീശയും താടിയിലും ഒക്കെ പറ്റാതെ പുരട്ടുക. ഇവിടെയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക, ഇവിടോട്ടൊക്കെ പുരട്ടി കൊടുക്കുക. പക്ഷേ ഇവിടെയൊക്കെ പുരട്ടി പിള്ളേർക്കൊക്കെ, ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മുഖത്ത് ഒരുപാട് വാരി തേക്കല്ലേ. കാര്യം മീശയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മഞ്ഞൾ ഇതിനകത്ത് നല്ലപോലെ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുഖത്തെ ഹെയർ പോകുന്നതിന് പച്ചമഞ്ഞൾ ഉപ്പും കൂടെ അരച്ച് തേക്കുന്ന ഞാൻ പറഞ്ഞായിരുന്നു, പിന്നെ വരാതിരിക്കാൻ വേണ്ടി. അതിനേക്കാൾ നല്ലതാണിത്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് നമ്മൾ എപ്പോഴും പോയി മഞ്ഞൾ ഉരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് എനിക്കും മടിയാണ് കേട്ടോ. ദിവസം ഈ മഞ്ഞൾ ഉരച്ച് മൂത്തിടാന്ന് വെച്ചാൽ, ഒന്നാന്ന് വെച്ചാൽ നഖത്തിൻ്റെ ഇടയിൽ എല്ലാം ഒരുമാതിരി മഞ്ഞ കളറാകും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മഞ്ഞളിൻ്റെ കളറും നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആകുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. നമുക്ക് മുഖത്ത് പുരട്ടി വെച്ച് നമ്മുടെ കൈ സോപ്പിട്ടാൻ കഴിയാൽ മതി, അതങ്ങ് പൊക്കോളും. പിന്നെ ഇത് നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം സോപ്പോ ഫേസ് വാഷോ യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇത് എങ്ങനെയായിരിക്കും കഴുകി കളയുന്നതെന്ന്. ഇത് കഴുകി കളയാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കടലമാവാണ്. കടലമാവും മുൾട്ടാണിമിട്ടിയും കൂടെ ചേർത്ത് നമ്മൾ മുഖത്ത് കഴുകി കളയാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കടലമാവിനകത്തേ കഴുകാവുള്ളൂ. കുളിക്കുന്നതിന് നമ്മൾ വീട്ടിൽ കൂടെ നടക്കുന്നതിന് ഒരു അരമണിക്കൂർ, കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഇനി അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് മുഖത്ത് തേക്കാം. തേച്ച് നല്ലപോലെ പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കടലമാവ് മുഖത്ത് നല്ലപോലെ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. സോപ്പ് തൊടല്ല, സോപ്പ് തൊട്ടാൽ ആ ഇത് ഗുണം മൊത്തം അങ്ങ് പോയി കിട്ടും. കടലമാവും മുൾട്ടാണിമിട്ടിയും നമ്മൾ ചുമ്മാ പച്ചവെള്ളത്തിൽ ചാലിച്ചാൽ മതി കേട്ടോ. അല്ലാതെ പാലിനകത്തോ അല്ലാതെ വേറെ ഒന്നിനും വേണ്ട. ചുമ്മാ പച്ച വെള്ളത്തിലോട്ട് കടലമാവും മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കടലമാവാണെങ്കിലും പച്ചവെള്ളത്തിൽ ചാലിച്ച് മുഖത്ത് തേച്ചാൽ മതി കേട്ടോ. ഇത് മുഖത്തിന് നല്ല കളറും കിട്ടും കേട്ടോ. മുഖത്തിന് നല്ല കളറും കിട്ടും, മുഖത്തെ പാടുകളെല്ലാം മാറിക്കിട്ടും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ ക്യാരറ്റ്, ഇപ്പോൾ ഈ പിന്നെ മഞ്ചിഷ്ട എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ടില്ലാത്ത. എനിക്കും വീട്ടിൽ സ്ഥിരമുള്ള സാധനമല്ല, ഞാൻ അത്യാവശ്യം പോയി മേടിക്കുന്നത്. അതിന് വെറും 15 രൂപയേ ഉള്ളൂ, 25 ഗ്രാമിന് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ. അങ്ങാടിക്കട, നമ്മുടെ ഈ പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയില്ലേ, ആയുർവേദ കട, അവിടെ കിട്ടും. നമുക്കിത് മേടിക്കാനായിട്ട് 25 ഗ്രാം മേടിച്ചാൽ മതി, 15 രൂപയേ ഉള്ളൂ. പിന്നെ മഞ്ഞൾ, പച്ചമഞ്ഞൾ മിക്ക വീടുകളിലും ഉണ്ട്, ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെങ്കിലും കാണും പച്ചമഞ്ഞൾ. പിന്നെ ക്യാരറ്റ്, നമ്മൾ പച്ചക്കറി മേടിക്കുന്ന കൂട്ടത്തിൽ ക്യാരറ്റും കിട്ടാറുണ്ട്. അതിൽ 1-2 ക്യാരറ്റ്, ഒത്തിരി വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഞാൻ ചെറുതാണ് എടുത്തത്, അതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പം അതും മതി. പിന്നെ നമുക്ക് കറ്റാർവാഴ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് ഇല്ലേ, ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ എവിടെയെങ്കിലും കാണും, കാണാതിരിക്കത്തില്ല. അപ്പോൾ കറ്റാർവാഴയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം ഇത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മുഖത്ത് തേച്ച് നോക്കും, മുഖത്ത് തന്നെയായിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തേക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഉണ്ടാക്കി എടുത്തേക്കുന്നതിൻ്റെ അതിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, അത് ഞാൻ എന്നാന്നറിയാം, ഒരു തുണിക്ക് അതോട്ട് കിഴി കെട്ടി വെച്ച് അത് കാലയിലൊക്കെ ഇട്ട് അങ്ങ് ഉരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലയിലൊക്കെ അതങ്ങ് പറ്റിക്കോളും. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അത് അതിനകത്ത് ഉണ്ട്, ഇനിയുണ്ട് അതിനകത്ത് എണ്ണ. നമ്മൾ എത്ര ചെയ്തെടുത്താലും ഒരു ഇച്ചിരി എണ്ണ ഇങ്ങനെ. അപ്പോൾ ഒരു വെള്ള തുണി എടുത്ത് അതിനകത്തോട്ട് അത് ഇടുക, ഇട്ടേച്ച് നല്ലപോലെ ഒന്ന് കിഴി കെട്ടിച്ച് അതുകൊണ്ട് കാലയിലും കയ്യിലും ഒക്കെ തൂക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി മുഖത്ത് തേച്ച് കാണിക്കാവേ. ഇപ്പം മുഖമൊക്കെ നല്ലപോലെ കഴിയതിന് ശേഷം വേണം നമ്മൾ മുഖത്ത് തേക്കാനായിട്ട്. ഇതിപ്പം ചൂടുണ്ടോ നോക്കട്ടെ. ചെറിയ ചൂടേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു ശകലം എന്നിട്ട് ഈ കളറാണ് ഇതിന്, കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും മുഖം നിറച്ച് തേക്കാം. നമ്മുടെ മുഖത്ത് ഹെയറൊക്കെ ഉള്ളതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിന് മഞ്ഞളിൻ്റെയും ക്യാരറ്റിൻ്റെയും എല്ലാം കൂടെ ചേർന്നൊരു കളറാണ്, കണ്ടോ.
ഇങ്ങനത്തെ ഒരു കളറാണ് വന്നേക്കുന്നത്, നല്ല കളറാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ തേക്കാൻ കേട്ടോ, യാതൊരു പ്രശ്നവും ഇല്ല. ആൺകുട്ടികൾക്ക് ഈ മോക്കുരു വന്ന പാടുണ്ടല്ലോ, ഈ കറുത്ത പാടൊക്കെ മുഖത്ത് പോകാതെ, എൻ്റെ കണ്ണൻ്റെ ഒക്കെ മുഖത്തുണ്ട് കേട്ടോ. കണ്ണന് എന്നേലും ഒന്ന് ചെയ്ത് ആ മുഖത്തെ കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അതുപോലെ തന്നെ ഉണ്ട്. അത് ആ പ്രായത്തിൻ്റെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, നല്ലപോലെ ഒന്ന് ആ മുഖം താടിയിലോട്ട് ഇറങ്ങാതെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ മുഖത്തെ രോമം ഇല്ലാത്തടത്ത് അങ്ങ് തേച്ച് കൊടുക്കും. പിന്നെ താടി മീശയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലല്ലോ അത്രയും ഭാഗത്തെ കുഴപ്പങ്ങളൊന്നും. അപ്പം അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മുഖത്ത് നല്ലപോലെ മുഖം നിറച്ച് ഞാൻ തേക്കും. ഇതിപ്പോൾ കഴിച്ചാൽ പൊട്ടിൻ്റെയൊക്കെ തൂത്തെല്ലാം കളഞ്ഞതിന് ശേഷം മുഖം നിറച്ച് ഞാൻ തേക്കും കേട്ടോ. തേച്ച ശേഷം കടലമാവിട്ട് കഴുകാവുള്ളിട്ടോ, വേറെ സോപ്പ് ഒന്നും ഇട്ട് കഴുകരുത്. ഇത് നമ്മൾ വീട്ടിൽ കൂടെ പരട്ടിക്കൊണ്ടൊക്കെ നടന്നാലുണ്ടല്ലോ, മറ്റു പായ്ക്കൊക്കെ ഇടുന്ന പോലെയല്ല കേട്ടോ. നമ്മുടെ മുഖത്ത് തേച്ചെന്ന് പോലും അറിയത്തില്ലേ. ഒരു ചെറിയൊരു കളർ, ഒരു മഞ്ഞ പോലത്തെ ഒരു കുഞ്ഞി കളറേ വരത്തുള്ളൂ. അത് നമ്മുടെ മുഖത്ത് തേച്ചെന്ന് പോലും വരത്തില്ല. നമുക്ക് പാലിലൊക്കെ വന്നാലും പെട്ടെന്ന് ഓടിപ്പോയി കഴുകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് തേക്കുമ്പോൾ കഴുത്തേലും ഒക്കെ തേക്കുക, അതുപോലെ കയ്യിലും ഒക്കെ നല്ലപോലെ തേക്കുക. കയ്യിലും ഒക്കെ തേച്ചുകൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കൈയൊക്കെ നമുക്ക് കൈക്കൊക്കെ കളർ, ഈ കൂടുതൽ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്കൊക്കെയാണ് കൈയൊക്കെ പെട്ടെന്ന് ഈ നമുക്ക് വെയിലൊക്കെ കൊണ്ട് കരുവാളിക്കും. അതിനുമൊക്കെ ഏറ്റവും നല്ലതാണിത്. കൈയുടെ പുറത്തൊക്കെ തേച്ച് കൊടുക്കുക, മുഖത്ത് തേക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കി വെച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് പറയണേ. 1-2 ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തേച്ച് പോകത്തില്ല. 2 ദിവസം, 1 മാസമൊക്കെ എടുക്കുന്നൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഒരു എണ്ണയല്ല, അത് തേച്ച് നമ്മുടെ മുഖത്ത് ഇത് മാറി വരണമെങ്കിൽ 1 മാസമൊക്കെ എടുക്കും. പക്ഷേ ആദ്യ യൂസിൽ തന്നെ കളർ നമുക്ക് കിട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പറയുക. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഇതാണ് നമ്മുടെ ടിപ്സ്. ഇത് മുഖത്തെ പാട് പോകാനും കരിമങ്കല്യം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതിനൊക്കെ ഏറ്റവും നല്ല മുഖത്ത് അതൊക്കെ തേച്ച് നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ നേരം തേച്ച് വെച്ച് കടലമാവിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതിനൊക്കെ മാറ്റം വരും. മുഖത്തെ എല്ലാ കറുത്ത പാടുകളും പോകാൻ നല്ലതാണ്. അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, പക്ഷെ കണ്ടു പോകുന്നതല്ല, അത് ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ഇടാൻ മടിയാണെങ്കിൽ പൊക്കോട്ടെ, സാരമില്ല. ഒന്ന് ലൈക്കെങ്കിലും ചെയ്ത് വെച്ച് നിങ്ങൾ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.